എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇത് കണ്ടില്ലേ, ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയും വളരെ എണ്ണ കുറച്ചും വളരെ ടേസ്റ്റിയായിട്ട് തയ്യാറാക്കിയ ബീഫ് ഫ്രൈ ആണ്. ഈ ബീഫ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ് ഒരു 1/2 കിലോ ബീഫാണ്. ഞാനത് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഇത് നമുക്ക് വളരെ ലളിതമായ രീതിയിൽ അധികം എണ്ണ ഉപയോഗിക്കാതെ എങ്ങനെ ബീഫ് ഫ്രൈ തയ്യാറാക്കാം നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്കിനി ഇതിനകത്ത് ചേർക്കാൻ ഞാൻ 700 ഗ്രാമോളം കാണും ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എത്ര ചേർക്കുന്നോ അത്രയും നല്ലതാണ്. പിന്നെ ഞാൻ ചതച്ച് വെച്ച് വെളുത്തുള്ളി ഒരു 1.5 കുടം എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു നല്ല വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കും. 1/4 മതി കേട്ടോ. നമ്മൾ കൂടുതൽ ഉപ്പ് ചേർത്താലേ ഉപ്പ് കൂടി പോകുന്ന അറിയത്തില്ല. അപ്പോൾ ഈ ഇറച്ചിക്ക് മാത്രമായിട്ടൊരു 1/4 അതിൽ കുറച്ചും കൂടെ കൂടുതലോ നമുക്ക് ചേർക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർക്കുന്നുണ്ട്. ഇഞ്ചിയൊക്കെ എത്ര ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചത് ചേർത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ്. അത് ഞാനൊരു 1/4 സ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ 1/2 കിലോ ഇറച്ചിയെല്ലാം എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കൂട്ടി യോജിപ്പിക്കുക. കാരണം നമ്മളിതിനകത്ത് ഇറച്ചിക്ക് ഇപ്പം തന്നെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ അധികം വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു പിടി ഒരു പകുതി ഓളം ചെറിയ ഉള്ളിയും കൂടെ അങ്ങ് ചേർക്കുകയാണ്. ഇതിനകത്ത് അങ്ങ് വെന്ത് ചേരാൻ വേണ്ടി പകുതി ചെറിയ ഉള്ളിയോളം ചേർക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഉള്ളിയുടെ ഒരു പകുതി ഉള്ളൂ ഞാൻ ഇതിനകത്ത് അങ്ങ് ചേർക്കുകയാണ്. ഇതിനകത്ത് അങ്ങ് വെന്ത് ചേരും. ബീഫല്ലേ, ബീഫ് എന്ന് പറയുമ്പോൾ റെഡ് മീറ്റാണ്. നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ കൂടുതൽ ഫൈബറും ഇതിനകത്ത് ചേർക്കണം. അത് ചെറിയ ഉള്ളി അല്ലെ സവാള എന്നൊക്കെ പറയുമ്പോൾ ഫൈബറാണല്ലോ. അപ്പം ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇങ്ങനെ ഒരു ശീലമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പം. അപ്പം നമ്മൾ ഇങ്ങനെ ചേർത്ത് നമ്മളിത് കൂട്ടി ഇളക്കി യോജിപ്പിച്ച് അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും വിസിലടിക്കും. 5 വിസിൽ എന്നിട്ടൊരു 5 മിനിറ്റ് സിമ്മിലും വെച്ചതൊന്ന് വേവിക്കും. ഇതിപ്പോൾ നന്നായിട്ട് നല്ല ഇളം ബീഫാണെന്ന് തോന്നുന്നു. നമ്മൾ മുറിച്ചപ്പോൾ തന്നെ നന്നായിട്ട് മുറിഞ്ഞ് വന്ന് മറ്റേ തടി കഷ്ണത്തിലൊക്കെ ഇട്ട് വെട്ടി കണ്ടിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് നല്ല ബീഫാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇത് അടുപ്പിൽ വെച്ച് 5 വിസിൽ അടുപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ഒരു 5 മിനിറ്റ് സിമ്മിലും വെച്ചതൊന്ന് വേവിക്കാം. ബീഫ് ആയതുകൊണ്ട് നന്നായിട്ട് വേവണം. അപ്പം വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ. നമ്മൾ ബീഫ് ഫ്രൈ ആണല്ലോ. ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അധികം വെള്ളം വേണ്ട. കരിയത്തൊന്നുമില്ല. പിന്നെ ഈ ഉള്ളിയുടെ വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാൻ വിട്ടുപോയി. ഗരം മസാല. ഇപ്പം ഗരം മസാല ഞാനൊരു 1/4 സ്പൂൺ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും 1/4 ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി കറി തയ്യാറാക്കാൻ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടേ, ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അത് നമ്മൾ ഇനിയിപ്പോൾ റോസ്റ്റ് ചെയ്യുമ്പം അതങ്ങ് പറ്റിപ്പോയിക്കോളും. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്. അപ്പം നമുക്ക് കറി തയ്യാറാക്കാം. ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ട് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. 2 ടീസ്പൂൺ മതി. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വളരെ കുറച്ച് ഉപയോഗിച്ചാണ് ഈ റോസ്റ്റ് ഫ്രൈ ചെയ്യുന്നത്. നമുക്കിനി ഇതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച്
ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് എത്ര ഇഞ്ചി ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുവാണേ. ചെറിയ ഉള്ളി നമ്മൾ എടുത്തതിൻ്റെ ബാക്കിയാണ് നമ്മൾ കുക്കറിനകത്ത് വേവിക്കാൻ ഇറച്ചിയുടെ കൂടെ കുറച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് കറി വെക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയാൻ പാടില്ലാത്തവർക്കും പലരും പഠിക്കുന്നവർക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതി നമ്മൾ ഇത് ചെയ്ത് കാണിക്കുകയാണ്. അപ്പം നമ്മളിതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ നേരത്തെ ഇറച്ചിക്കകത്ത് 1/2 സ്പൂൺ ഇട്ട് കൊടുത്തായിരുന്നു, 1/4 സ്പൂൺ. അപ്പോൾ 1 കിലോ ഇറച്ചിയുള്ളതെന്ന് ഓർമ്മ വേണം. അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പുമൊക്കെ ചേർക്കാൻ. കൂടുതൽ ഉപ്പായാൽ പിന്നെ നമുക്ക് റോസ്റ്റിനകത്ത് ഫ്രൈക്കകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റോസ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വെന്ത് വരണം. അതിന് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഗ്യാസ് ഇടേണ്ടത് ഹൈ ഫ്ലെയിമിലും അല്ല ലോ ഫ്ലെയിമിലും അല്ല, മീഡിയം പരുവത്തിൽ. എങ്കിലും ഇതൊക്കെ വെന്ത് വരുള്ളൂ. നമുക്ക് അടച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് ഞാനേ പിന്നെ തേങ്ങാക്കൊത്തിട്ടില്ലായിരുന്നു, ഇതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതങ്ങ് നല്ലപോലെ മൂക്കണ്ട. ഇതിൻ്റെ കൂട്ട് തന്നെ ക്രിസ്പി ആവണ്ട. ഇത് മൂക്കുന്നതിനൊപ്പം തന്നെ അതും അങ്ങ് മൂക്കുകയും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കും കേട്ടോ. ഇത് വേവണമല്ലോ, രണ്ടും മൂത്ത് വരണം. അപ്പോൾ ഞാൻ പച്ചമുളക് ഇട്ടില്ലായിരുന്നു ഇതിനകത്ത് കേട്ടോ. അവിടെ അങ്ങ് ഇടുവാന്ന്. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം വെന്ത് റോസ്റ്റായി വരുന്നുണ്ട്. നല്ലപോലെ മൂക്കണമേ, നമ്മൾ റോസ്റ്റാണല്ലോ. അപ്പോൾ ഈ നമ്മുടെ ഈ പിന്നെ ചെറിയ ഉള്ളി ഇതിനകത്ത് ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂക്കണം. നമ്മൾ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ട്, റോസ്റ്റില്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇനിയും പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം. ഇത് ഞാൻ ഒന്നിച്ചങ്ങെടുത്താൽ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒന്നിച്ചങ്ങെടുത്തതാണ്. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ അര കിലോ എടുത്തിട്ടുള്ള ഇറച്ചി. നമുക്കിതങ്ങ് ഇതിനകത്തോട്ട് ഫ്രൈ ആക്കാതെ നല്ലപോലെ മൂക്കണം. ഈ മസാല നല്ലപോലെ മൂക്കണം. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ മൂത്ത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കറിവേപ്പ്, അതുകൊണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഈ ബീഫും വെള്ളവും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബീഫിനകത്ത് അഡീഷണൽ വെള്ളം ചേർത്തില്ലല്ലോ, ബീഫിൻ്റെ വെള്ളമാണ്. കണ്ടില്ലേ, ആദ്യം ഉറപ്പ്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിയൊന്ന് ചേരുവം വേണമല്ലോ, ഇതിനകത്തൊന്ന് കൂട്ടിച്ചേരണമല്ലോ. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഇതേ രീതിയിലങ്ങ് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മുടെ ഈ മസാല എല്ലാം ഇതിനകത്തൊന്ന് കൂടി ചേരണ്ടേ. അപ്പോൾ നമ്മളിതൊന്ന് കൂട്ടി ഇളക്കിയൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇപ്പോൾ 1 കിലോ ഉള്ളു, ഞാൻ എപ്പോഴും പറയുന്ന 1/2 കിലോവേ ഉള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ശ്രദ്ധിച്ചോണം. കൂടുതൽ ഫ്ലെയിം ആയാലും ഇത് പിന്നെ കരിയും. നമ്മൾ മീഡിയം ഹൈ ഫ്ലെയിമാണ് കേട്ടോ. കാരണം ഹൈയും അല്ല ലോയും അല്ല, അതേ രീതിയിൽ മീഡിയത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം ഫ്രൈ ആക്കിയെടുക്കാം. അപ്പം ഇനിയിപ്പോൾ തോരണം, ഈ വെള്ളമെല്ലാം ഇതിനകത്ത് കിടന്ന് തോരണം. കാരണം ഈ മസാല ഇതിനകത്തെല്ലാം പിടിക്കുകയും ചെയ്യും. അന്നേരം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴേ ഈ വെള്ളത്തിനകത്ത് വെച്ച് തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മസാല എല്ലാം ഇതിനകത്ത് അങ്ങ് പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ കുറേ നേരം നമ്മൾ കൂട്ടി വെച്ചിട്ട് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം നമ്മളിത് ഫ്രൈ ആക്കാൻ പാടുള്ളൂ. അപ്പോൾ അതങ്ങനെ ഇതൊന്ന് വെള്ളം പറ്റട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കഴുകി വൃത്തിയാക്കിൻ്റെ വെള്ളമൊക്കെ തോർത്തിയതായിരുന്നു, അത് പറയാനങ്ങ് വിട്ടുപോയായിരുന്നു കേട്ടോ. തോർത്തിയാണ് ഞാനിത് കറിക്കായിട്ട് കുക്കറിനകത്ത് ഞാൻ വെച്ചത്. അപ്പോൾ ഞാനിത് ഒന്ന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്താ ഫ്രൈ ആയി വരും. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോഴേ ചെറിയ ഉള്ളി എല്ലാം ചേർത്തല്ല ഇനി ഇത് ഫ്രൈ ആയിട്ട് വരണം. നമ്മൾ വെയിറ്റ് ചെയ്യണം, കുറേ സമയമെടുക്കും. നമ്മൾ ശ്രദ്ധിച്ച് ഇത് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ കൂടുതൽ സമയമെടുത്ത് ഇത് തോർത്തി എണ്ണയ്ക്കകത്ത് വഴറ്റി
ഇതിൻ്റെ എണ്ണയെല്ലാം തെളിഞ്ഞ് പിന്നെ അതെല്ലാം ഫ്രൈ ആക്കി എടുക്കണം. അതിന് കുറേ സമയം എടുക്കും. നമ്മൾ ഫ്രൈ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഷ്ടപ്പെടണം. അപ്പോൾ നമ്മുടെ ഫ്രൈ എല്ലാം നല്ലോണം റെഡി ആയിട്ടുണ്ടല്ലേ. വളരെ ശ്രദ്ധയോടുകൂടി വേണം അത് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, നമ്മളങ്ങനെ ഇത് ഒരു നേരം എടുത്തെന്നറിയാം അതൊന്ന് ഡ്രൈ ആക്കി വരാൻ. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വേണേൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് മൂപ്പിക്കാം. ഇപ്പോൾ നന്നായിട്ട് വേവുകയും ചെയ്ത് ഇത്ര എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് വന്നില്ലേ, എൻ്റെ മസാല എല്ലാം ഇതിനകത്ത് പിടിച്ച മസാലയൊന്നും നമുക്ക് കാണാനില്ല. കണ്ട എല്ലാം ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്കത്. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഉപയോഗിക്കണം. നമ്മൾ ഏത് എണ്ണയായാലും അത് ആവശ്യത്തിന് ഉപയോഗിക്കില്ല. ഇത് ഫ്രൈ ആയി വരത്തുള്ളൂ. ഇല്ലേ ഭയങ്കര താമസം. നമ്മൾ കൂടുതൽ സമയമെടുത്ത് വേണം ഫ്രൈ കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുത്ത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഫ്രൈ ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.